നമസ്കാരം. ഇന്നത്തെ വിഷയം പെൻഷനർമാരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന വിധം, ആ ഡേറ്റ ഫോം പൂരിപ്പിക്കുന്ന വിധമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. നമുക്ക് സംസ്ഥാനത്തെ ട്രഷറിയിൽ നിന്നും പ്രതിമാസ പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ ഫാമിലി പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാരുടെ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പിന്നെ പിംസ് ആപ്ലിക്കേഷനിൽ അവ കൃത്യമായി ഉൾപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഇത്. ഇപ്പൊ സാധാരണഗതിയിൽ പെൻഷന്മാർക്കൊക്കെ ഉള്ള ഒരു സംശയം എന്താന്ന് വെച്ചാൽ, ഈ ഡേറ്റാസ് ഒക്കെ തന്നെ പിന്നെ ഓൾറെഡി ട്രഷറിയിൽ ഉണ്ടല്ലോ, പിന്നെയും പിന്നെ ഇത് എന്തിനാ കൊടുക്കുന്നതെന്നൊക്കെയുള്ള ഒരു കമന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ഡീറ്റെയിൽസും അതർ പെൻഷനും ഒന്നും നമ്മുടെ ട്രഷറികളിൽ നിലവിലില്ല. അപ്പോൾ ഈ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ കൃത്യമായി നൽകുമ്പോൾ മാത്രമേ അതൊരു പൂർണ്ണത കൈവരുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അതിനെ വിമർശിക്കുന്നില്ല, മറിച്ച് സർക്കാർ ട്രഷറി ഡയറക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് അത് പൂരിപ്പിച്ച് നമ്മൾ ഒരു പെൻഷനർ എന്നുള്ള നിലയ്ക്ക്, അല്ലെ ഫാമിലി പെൻഷനർ എന്നുള്ള നിലയ്ക്ക് അത് ട്രഷറിയിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നിലവിലുള്ള പെൻഷനർമാർ ഈ ഫോം പൂരിപ്പിച്ച് 2025 ഡിസംബർ 31 മുമ്പ് ട്രഷറിയിൽ ഏൽപ്പിച്ചാൽ മതി. തിരക്കൊന്നുമില്ല, സൗകര്യപ്രദമായ പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ചിട്ട് നമ്മൾ ഡിസംബർ 31 ഏൽപ്പിച്ചാൽ മതി. പുതിയതായിട്ട് പെൻഷൻ ആവുന്ന ആൾക്കാർ പെൻഷൻ ആയതിനു ശേഷം 6 മാസത്തിനുള്ളിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഞാൻ ഈ ഫോമിന്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഈ ഫോം പ്രിന്റ് എടുക്കുക. ആദ്യം പ്രിന്റ് എടുത്ത് മാനുവലായി പൂരിപ്പിച്ച് വേണം ട്രഷറിയിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ. അത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഫോം നമ്മുടെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. ഫോം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ PDF ആയിട്ട് ആ ഫോം അയച്ചു തരികയും ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഈ ഫോം പൂരിപ്പിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോമൊന്നുമല്ല. പിന്നെ ചില കാര്യങ്ങളിൽ മാത്രമേ ചിലപ്പോൾ സംശയം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കറുപ്പ് മഷിയോ നീലമഷിയോ ഉപയോഗിച്ചിട്ട് പൂരിപ്പിക്കാം. 2, ഇംഗ്ലീഷിലോ മലയാളത്തിലോ പൂരിപ്പിക്കാം. ഇംഗ്ലീഷിൽ പൂരിപ്പിക്കുമ്പോൾ വലിയ അക്ഷരങ്ങളിൽ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഫോമിലേക്ക് കടക്കാം. ഒന്നാമത്തെ കോളം പറയുന്നത് നെയിം ഓഫ് ദ പെൻഷനർ ആണ്. ഇതിന് മുന്നേ പറയട്ടെ, റീസെന്റ് ആയിട്ട് ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വലതുഭാഗത്തുള്ള കോളത്തിൽ നമ്മൾ ഒട്ടിച്ചിരിക്കണം. ഇനി ഒന്ന് നെയിം ഓഫ് ദ പെൻഷനർ ആണ്, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിയ അക്ഷരത്തിൽ പേരും ഇനീഷ്യലും എങ്ങനെയാണോ നമ്മൾ ഒഫീഷ്യൽ ലിസ്റ്റിൽ നമ്മൾ ഉള്ളത് അതുപോലെ തന്നെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷിൽ എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ നിർബന്ധമായിട്ടും ആ പേര് മലയാളത്തിൽ എഴുതണം. നമുക്ക് ഇംഗ്ലീഷിൽ പൂരിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മലയാളത്തിൽ ആ പേര് എഴുതാൻ പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ നമ്മൾ എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് രണ്ടാമത്തത്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ദിവസം, മാസം, വർഷം അത്രയും കോളമാണ് ഉള്ളത്. അപ്പോൾ ഒരക്കം മാത്രമേ ഉള്ളൂ ദിവസത്തിനെങ്കിൽ 0. ഇപ്പോൾ 6-ാം മാസം 1965 ആണെങ്കിൽ നമ്മൾ പൂരിപ്പിക്കേണ്ട 06-05-1965. അതിന് കറക്റ്റായിട്ടുള്ള കോളം ഉണ്ട്. വയസ്സ് എത്രയും, അതാണ് മൂന്നാമത്തെ കോളം. അത് പൂർണ്ണമായ വയസ്സ് പറഞ്ഞാൽ മതി, ഭാഗികമായിട്ട് പറയേണ്ടതില്ല. 60 വയസ്സും 5 മാസവും ആയെങ്കിൽ നമ്മൾ 60 പറഞ്ഞാൽ മതി. ജെൻഡർ ചോദിക്കുന്നുണ്ട്, മെയിലാണോ ഫീമെയിലാണോ അല്ല അതേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ടിക്ക് കൊടുത്താൽ മതി. ഏതാണോ നമ്മളെ ബാധിക്കുന്നത് അവിടെ ടിക്ക് കൊടുക്കുക. അടുത്തത് അഞ്ചാമത്തതാണ്. അഞ്ചാമത്തത് ആധാർ നമ്പറാണ്.
അത് ഒരു സംശയമില്ല. ആധാർ കാർഡ് നോക്കി നമ്മൾ അത് കൃത്യമായിട്ട് എഴുതും. ഇനി മെഡിസപ്പ് ID. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്ത് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, അതിനാണ് മെഡിസപ്പ് എന്ന് പറയുന്നത്. മെഡിസപ്പ് ID നമ്മൾക്ക് മെഡിസപ്പ് ഡൗൺലോഡ് ചെയ്ത് കിട്ടുമ്പോൾ ആ ID നമ്പർ, അതൊരു നമ്പറാണ്, ആ ID നമ്പർ അതിൽ മെഡിസപ്പ് കാർഡിൽ ഉണ്ട്. ആ ID അവിടെ ചേർത്ത് കൊടുക്കുക. 7ാമത്തെ കോളം പാൻ കാർഡ് നമ്പറാണ്. നമുക്കറിയാം 7 അക്കങ്ങളും അക്ഷരങ്ങളുമായിട്ട് 11 എണ്ണം ഉള്ള ഒരു സാധനമാണ് ഈ പാൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാൻ കാർഡിലെ പൂർണ്ണമായിട്ടും ആ പാൻ കാർഡ് നമ്പർ എഴുതുക. ഓർമ്മിക്കുക, ആ നമ്പറിന് 11 അക്കങ്ങളും അക്ഷരങ്ങളുമായിട്ട് 11 ലെറ്റേഴ്സ് ഉണ്ട്. രണ്ടും കൂടി ചേർന്നാണ് മൊത്തം 11 വരുന്നത്. സോറി, പാൻ കാർഡിന്റെ നമ്പറിൽ പറഞ്ഞപ്പോൾ 10 എന്ന് എനിക്കൊരു ഓർമ്മപ്പശമുണ്ട്. എന്തായാലും ആ കാർഡ് നമ്പർ അത് 11 10 എന്ന് ഇപ്പോൾ ഒരു ഓർമ്മക്കുറവ് വന്നു. സോറി. എന്ത് തന്നെയായാലും പാൻ കാർഡ് നമ്പർ എഴുതാൻ എല്ലാവർക്കും അറിയാം. അടുത്തത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. ലാൻഡ് ഫോണ് ഉണ്ടെങ്കിൽ അത് STD കോഡ് അടക്കമുള്ള ലാൻഡ് നമ്പർ കൊടുക്കുക. ഇനി സ്വന്തമായി ഫോൺ ഇല്ല എങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പർ, കോണ്ടാക്ട് നമ്പറാണ് ചോദിക്കുന്നത്. ഈ 3-ൽ ഉള്ളതൊക്കെ കൊടുക്കുക, ഇല്ലാത്തത് കൊടുക്കേണ്ടതില്ല. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്താൽ മതി. നമ്മൾ പെൻഷൻമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തന്നെ മൊബൈൽ നമ്പർ ഉണ്ടാവും. അടുത്തത് 9ാമത്തത് മെയിൽ ID ആണ്. ചില ആൾക്കാർക്ക് മെയിൽ ID ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മെയിൽ ID ഉണ്ടെങ്കിൽ അത് നമ്മൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, നിലവിൽ അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം ആ മെയിൽ ID കൊടുക്കുക. ഇല്ല എങ്കിൽ നിൽ എന്ന് അവിടെ എഴുതിയാൽ മതി. 9ാമത്തെ കോളത്തിന്റെ നേരെ ഒന്നുകിൽ മെയിൽ ID പൂർണ്ണമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിൽ എന്ന് എഴുതുക. അടുത്തത് 10ാമത്തെ നാഷണാലിറ്റി ആണ്. ഇന്ത്യൻ, അതേഴ്സ്. ഏതാണോ നമുക്ക് ബാധകമായത് അത് ടിക്ക് ചെയ്യുക. പെൻഷൻമാരൊക്കെ എന്തായാലും ഇന്ത്യൻസ് തന്നെ ആയിരിക്കും, അപ്പോൾ അത് ടിക്ക് ചെയ്യാം. ഇനി ഇഫ് ഇന്ത്യൻ നൗ റിസൈഡഡ് അറ്റ്, എവിടെയാണ്? ഇപ്പൊ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യയിലാണോ വിദേശത്താണോ താമസിക്കുന്നതെന്നാ ചോദ്യം. അപ്പോൾ ഇന്ത്യയിലാണ് താമസമെങ്കിൽ നമ്മൾ അവിടെ ഇന്ത്യക്ക് നേരെ ടിക്ക് കൊടുക്കുക. എബ്രോഡ് ആണെങ്കിൽ, വിദേശത്താണെങ്കിൽ എബ്രോഡിന് നേരെ ടിക്ക് കൊടുക്കുക. എബ്രോഡാണ് നമ്മൾ ടിക്ക് ചെയ്തതെങ്കിൽ താഴെ ഈഫ് എബ്രോഡ് പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പാസ്പോർട്ടിന്റെ കോപ്പിയും കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയാണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എബ്രോഡാണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പാസ്പോർട്ട് നമ്പർ കൊടുക്കണം. ആ പാസ്പോർട്ടിന്റെ ഒരു ഫോട്ടോ കോപ്പിയും കൂടി ഈ ഫോമിനൊപ്പം അറ്റാച്ച് ചെയ്യണം. ഈ അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്നതാണ്. ഈ അതേഴ്സ്, അതായത് ഇന്ത്യൻ അല്ലാത്ത നാഷണാലിറ്റി ഉള്ള ആരെയും വിദേശ പൗരത്വമാണ് ഉള്ളതെങ്കിൽ അത് ID നമ്പർ കൊടുക്കണം. അവരുടെ റെസിഡന്റ് ID നമ്പർ താഴെ കോളമുണ്ട്, അതും കൊടുക്കണം. അതിൻ്റെ കോപ്പിയും കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ല എങ്കിൽ ആ ID നമ്പറിലൊക്കെ തന്നെ നമ്മൾ NA എന്ന് കൊടുത്താൽ മതി. നോട്ട് അപ്ലിക്കബിൾ NA, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ ബാധകമല്ല എന്ന് എഴുതിയാൽ മതി. 11ാമത്തെ കോളാണ് പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റ് മോഡ് ആൻഡ് PPO ഡീറ്റെയിൽസ്. നോക്കുക, 11A ആണ് പറയുന്നത്. കേരള സർവീസ് പെൻഷൻ PPO നമ്പർ. സാധാരണഗതിയിൽ സർവീസ് പെൻഷൻകാരുടെ PPO നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PPO പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്മുടെ കയ്യിലുണ്ടാവും. ആ കയ്യിലുള്ള പെൻഷൻ പേയ്മെന്റ് ഓർഡർ നോക്കിയിട്ട് PPO നമ്പർ എഴുതുക. വെദർ PTSB ബാങ്ക്, പെൻഷൻ ട്രഷറി വഴിയാണോ ബാങ്ക് വഴിയാണോ എന്ന ചോദ്യം. അപ്പോൾ ബാങ്കിലൂടെ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, ട്രഷറിയിലൂടെ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ഇത് ചില ആൾക്കാർ സാധാരണഗതിയിൽ ട്രഷറിയിലൂടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ട്രഷറി എന്ത് ചെയ്യും? PTSBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടും പെൻഷൻ. PTSB. അപ്പോൾ
PTSB എന്ന് പറഞ്ഞാൽ പെൻഷൻ ട്രഷറി സേവിങ്സ് ബാങ്ക് ആണ്. അപ്പോൾ TSB ട്രഷറി സേവിങ്സ് ബാങ്കിനാണ് TSB എന്ന് പറയുന്നത്. അത് പെൻഷനുമായി ബന്ധപ്പെട്ടതാവുമ്പോൾ PTSB എന്ന് പറയും. അപ്പോൾ ട്രഷറി പെൻഷൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാസത്തിന്റെ 1-ാം തീയതി തന്നെ പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ഒന്നുകിൽ അത് ചെക്ക് മൂലം പിൻവലിക്കും ട്രഷറിയിൽ പോയി, അല്ലാത്തവര് നമ്മൾ ഒരു ആപ്പ് ഉണ്ട്, ആപ്പിലൂടെ ആ PTSBയിൽ നിന്ന് നേരെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മൾ ട്രഷറി മുഖാന്തരം പിൻവലിക്കുന്നതായിട്ടാ പറയുക. പിന്നെ ഉള്ളത് ബാങ്ക് വഴിയാണ്. ഏത് വഴിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ താഴെ നെയിം ഓഫ് ട്രഷറി ഓർ ബാങ്ക്. അപ്പോ ട്രഷറി ആണെങ്കിൽ അവിടെ എഴുതുക ആദ്യം സബ് ട്രഷറി തലശ്ശേരി. ബ്രാഞ്ച്, ആ ബ്രാഞ്ചാണ് തലശ്ശേരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല ഇനി ബാങ്ക് ആണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബ്രാഞ്ച് തലശ്ശേരി. ഇങ്ങനെയാണത് എഴുതണ്ടേ. ബാങ്കിലൂടെ ആണെങ്കിൽ അത് ബ്രാഞ്ച് അടക്കം എഴുതണം. ട്രഷറി ആണെങ്കിലും ട്രഷറി എഴുതണം, ആ സ്ഥലം ബ്രാഞ്ച് എവിടെയാണെന്ന് നമ്മൾ എഴുതണം. ഇനി അതിന്റെ അക്കൗണ്ട് നമ്പർ, PTSB ആണെങ്കിൽ PTSBക്ക് ഒരു അക്കൗണ്ട് നമ്പറും ഒരു പാസ്ബുക്കും ഉണ്ടാവും ട്രഷറിയിൽ നിന്ന് തന്നത്. സേവിങ്സ് ബാങ്കിനാണെങ്കിലും ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും നമുക്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടാവും, പാസ്ബുക്ക് ഒക്കെ ഉണ്ടാവും. അത് നോക്കി നമ്മൾ ഇതിന്റെ അക്കൗണ്ട് നമ്പർ എഴുതുക. ട്രഷറിയിൽ നിന്നാണ് പെൻഷൻ വാങ്ങുന്നതെങ്കിൽ, ട്രഷറി വഴിക്കാണ് പെൻഷൻ വാങ്ങുന്നതെങ്കിൽ PTSB അക്കൗണ്ട്, ട്രഷറി സേവിങ്സ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ എഴുതുക. ബാങ്കിലൂടെയാണ് വാങ്ങുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എഴുതുക. ദെൻ താഴെ IFSC കോഡ് താഴെ എഴുതുക. ബാങ്കിന്റെ IFSC കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ ബാങ്ക് മുഖാന്തരം പണം പിൻവലിക്കുന്നവരാണെങ്കിൽ, പെൻഷൻ പിൻവലിക്കുന്നവരാണെങ്കിൽ മാത്രം IFSC കോഡ് എഴുതിയാൽ മതി. അടുത്ത കോളം വെദർ മണി ഓർഡർ പെൻഷൻ മണി ഓർഡർ ആയിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെയായിരുന്നു. ഇപ്പൊ വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ അതിലുള്ളൂ. ആണെങ്കിൽ ഏത് പോസ്റ്റ് ഓഫീസ് ആണ് എന്നാണ് എഴുതേണ്ടത്. നമ്മൾ ആ മണി ഓർഡർ എത്തിച്ചേരുന്ന പോസ്റ്റ് ഓഫീസ് ഏതാണ് എന്ന് എഴുതുക. ആ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡും എഴുതണം. ഇനി 11B പറയുന്നത്. ഇപ്പൊ നമ്മൾ പെൻഷനേഴ്സിനെ പറ്റിയുള്ള കാര്യമാണ് 11A പറഞ്ഞത്, സർവീസ് പെൻഷൻ. 11B സർവീസ് പെൻഷൻ അല്ല പറയുന്നത്, അതിൽ ഫാമിലി പെൻഷനാണ് പറയുന്നത്. അവിടെയും നമ്മൾ PPO നമ്പർ എഴുതണം. ഫാമിലി പെൻഷനാ വാങ്ങുന്നതെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സർവീസ് പെൻഷനും വാങ്ങുന്നുണ്ടാവും, ഫാമിലി പെൻഷനും വാങ്ങുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ സർവീസ് പെൻഷന്റെ ഭാഗത്ത് ആ സർവീസ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ എഴുതണം. 11B ഫാമിലി പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും എഴുതണം. ഫാമിലി പെൻഷൻ വാങ്ങുന്നില്ല എങ്കിൽ താഴെ ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല, ബാധകമല്ല എന്ന് മാത്രം 11B എഴുതിയാൽ മതി. ഒരിക്കൽ B നോക്കുക, PPO നമ്പർ പറഞ്ഞു. വെദർ PTSB ബാങ്ക്, അപ്പൊ ഈ ഫാമിലി പെൻഷൻ ട്രഷറി സേവിങ്സ് ബാങ്കിലൂടെയാണോ അല്ല ബാങ്കിലൂടെയാണോ എന്നാണ് 11B ആദ്യത്തെ ചോദ്യം. അത് ബാങ്ക് ആണെങ്കിൽ വെദർ എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ യെസ് ഓർ നോ എന്ന് എഴുതിയാൽ മതി. വെദർ PTSB ഓർ ബാങ്ക് എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ, അല്ലെങ്കിൽ അത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. അപ്പോൾ നെയിം ഓഫ് ട്രഷറി അല്ലെങ്കിൽ ബാങ്ക് എഴുതുക. അതിന്റെ ബ്രാഞ്ച് മേലെ കാണുന്ന പോലെ നമ്മൾ എഴുതും. താഴെ PTSB ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഇപ്പോൾ PTSBയിലാണെങ്കിൽ PTSBയുടെ അക്കൗണ്ട് നമ്പർ എഴുതുക, പാസ്ബുക്കിലുള്ള അക്കൗണ്ട് നമ്പർ എഴുതുക. ബാങ്കിലൂടെ ആണെങ്കിൽ ബാങ്കിലെ SB അക്കൗണ്ട് നമ്പർ എഴുതുക. താഴെ IFSC കോഡ് എഴുതുക. അതിന്റെ താഴെ വെദർ മണി ഓർഡർ. മേലത്തെ 11A അതേ ഫോർമാറ്റ് ആണ് 11Bക്കും. പക്ഷെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ 11B എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചാണ്. 11A പിന്നെ പെൻഷൻ വാങ്ങുന്നവരെ സർവീസ് പെൻഷൻ, 11B ഫാമിലി പെൻഷനാണ്. ഇത് രണ്ടും വാങ്ങുന്നവരെ രണ്ടും പൂരിപ്പിക്കണം. ഇനി 11C ആണ് നമ്മൾ പറയുന്നത്, അതർ പെൻഷൻ. അപ്പൊ അതർ പെൻഷനിൽ നമ്മൾ ഒരുപാട് പെൻഷൻ ഇത് രണ്ടും അല്ലാതെ, സർവീസ് പെൻഷനും ഫാമിലി പെൻഷനും അല്ലാതെ പെൻഷൻ വാങ്ങുന്നവരുണ്ടാവാം. അതിപ്പോ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ ജോലി ചെയ്തവര്, വിവരാവകാശ കമ്മീഷനിൽ ജോലി ചെയ്തവര്, ലോകായുക്തയിൽ ജോലി ചെയ്തവര്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ജോലി ചെയ്തവര്, വിവിധ ബോർഡുകളിൽ ജോലി ചെയ്തവര്, കോർപ്പറേഷനുകളിൽ, സർവകലാശാലകളിൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ പെൻഷനും ഫാമിലി പെൻഷനും വാങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ 11C എന്ന് പറയുന്ന സംഭവം. അപ്പൊ ടൈപ്പ് ഓഫ് പെൻഷൻ, അവിടെ വാങ്ങുന്ന പെൻഷനും അതിന്റെ PPO നമ്പറും എഴുതുക. അത് സർവീസ് പെൻഷൻ ട്രഷറി വഴിയോ ബാങ്ക് വഴിയോ ആണോ?
സെയിം ആണ്, മുകളിൽ കാണുന്ന അതേ കാര്യം. ഈ കാര്യം 11C പൂരിപ്പിക്കേണ്ടത് മറ്റു പെൻഷനുകൾ ഉള്ളവർ മാത്രമാണ്. സർവീസ് പെൻഷനും ഫാമിലി പെൻഷനും അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്നെ ഇപ്പൊ പെൻഷൻ പറ്റിക്കഴിഞ്ഞ് നമ്മളെ പിന്നെ ഒരു ഉദാഹരണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് നിയമിച്ചു, അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു ബോർഡ് മെമ്പറായിട്ട് നിയമിച്ചു. അപ്പോൾ അതിന് പെൻഷനുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ ഈ 11C കൂടി പൂരിപ്പിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കിയെല്ലാം അത് തന്നെ. PTSB, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC, വെദർ മണി ഓർഡർ, ഈ PT ആ പെൻഷനാണിത്. 11Cയില് യഥാർത്ഥത്തിൽ മറ്റു പെൻഷൻ വാങ്ങുന്നവരല്ലെങ്കിൽ 11Cക്ക് നേരെ ബാധകമല്ല എന്ന് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. 11Cയില് എഴുതേണ്ടത്, താഴോട്ട് എഴുതേണ്ടത് മറ്റേതെങ്കിലും തരം പെൻഷൻ വാങ്ങുന്നവർ മാത്രമാണ്. ബാക്കിയെല്ലാം എന്നെ എന്നിട്ടാൽ മതി, ഇല്ല എങ്കിൽ. ഇനി 12ാമത്തെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. അതാണ് ഈ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത്. രണ്ട് തരം പെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ ഇപ്പൊ നമുക്ക് പെൻഷൻ പാസ്സാകുന്ന സർവീസ് ആൻഡ് പെൻഷൻ മാത്രം, അല്ലെ ഫാമിലി പെൻഷൻ പിന്നെ വരുന്നതാണ്, അതിനകത്ത് തന്നെ വരുന്നതാണ്. സർവീസ് പെൻഷൻ പാസ്സാക്കുന്ന വ്യക്തി ആരാണെന്ന് എന്ന ചോദ്യം അർത്ഥമുണ്ട്. അല്ല, രണ്ടെണ്ണമാണ്. സർവീസ് പെൻഷനും ഉണ്ട്, 11Cയിൽ പെടുന്ന മറ്റു പെൻഷനും ഉണ്ടെങ്കിൽ ആ രണ്ട് അതോറിറ്റിയുടെയും പേരെഴുതണം. ആരാണ് പെൻഷൻ അനുവദിച്ചത്? ഓർ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. അപ്പൊ ഈ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ആരാണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമുക്ക് അക്കൗണ്ടന്റ് ജനറൽ അല്ല. കാരണം അക്കൗണ്ടന്റ് ജനറൽ AG എന്ന് പറയുന്നത് പെൻഷൻ സാങ്ഷൻ ചെയ്തതിന് ശേഷം അത് ഓതറൈസ് ചെയ്യാണ് AG ചെയ്യുന്നുള്ളൂ. അതായത് ആ പെൻഷൻ പാസ്സാക്കിയ പെൻഷന് അംഗീകാരം കൊടുക്കുകയാണ് AG ചെയ്യുന്നത്. ട്രഷറി ഓഫീസറും അല്ല. ട്രഷറി ഓഫീസർ പെൻഷനേഴ്സിന്റെ, ഫാമിലി പെൻഷനും വാങ്ങുന്നവരുടെ DDO ആണ് ശരിക്കും. അപ്പോൾ ആരാണ് ഈ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു LP UP സ്കൂൾ മാത്രമുള്ള അവിടെയുള്ള ഹെഡ് മാസ്റ്ററുടെയും അധ്യാപകരുടെയും, അത് എയ്ഡഡ് ആയാലും ഗവൺമെന്റ് ആയാലും, അത് പെൻഷൻ സാങ്ഷൻ ആക്കുന്നത് ബന്ധപ്പെട്ട AEO ആണ്. അവിടെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്. എന്നാൽ ഒരു എയ്ഡഡ് ഹൈസ്കൂൾ, പ്രൈമറിയും UPയും ഉള്ള എയ്ഡഡ് ഹൈസ്കൂൾ ആണെങ്കിലും അവിടെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറാണ്, അഥവാ DO ആണ്. എന്നാൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരുടെയും ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെയും പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഇന്ന ജില്ല, കൺസേൺഡ് ജില്ല ആണ്. ടു ദ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അവിടെ ദ ഡെപ്യൂട്ടി ഡയറക്ടർ ഓർ DDE പിന്നെ കണ്ണൂർ ഓർ DDE ട്രിവാൻഡ്രം, ഇങ്ങനെയാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി അത് കൂടാതെ 11C പ്രകാരം മറ്റേതെങ്കിലും തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ മറ്റ് ഏത് തരം പെൻഷൻ പാസ്സാക്കിയാൽ ആ പെൻഷൻ സാങ്ഷൻ ചെയ്ത അതോറിറ്റി ആരാണ് എന്നാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത്. ഇനി മനസ്സിലായി? പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ആരും അക്കൗണ്ടന്റ് ജനറൽ അല്ല എന്ന് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അക്കൗണ്ടന്റ് ജനറലും അല്ല, പിന്നെ ട്രഷറി ഓഫീസറും അല്ല. ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത് RDD എന്ന് പറയും, റീജിയണൽ ഡയറക്ടറാണ്. ഇനി 13 വെദർ LTA നോമിനേഷൻ, അതായത് ലൈഫ് ലോങ് ആയിട്ടുള്ള കുടിശ്ശിക ലഭിക്കുന്നതിനുള്ള നോമിനേഷൻ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാവരും സമർപ്പിച്ചിട്ടുണ്ടാവും. യെസ് ടിക്ക് ചെയ്യാം. 14ാമത്തെ ചോദ്യം വെദർ PTSB നോമിനേഷൻ ഫയൽഡ്. ട്രഷറി സേവിങ്സ് ബാങ്കിൽ നമ്മൾ നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഈ ട്രഷറി സേവിങ്സ് ബാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ നോമിനേഷനും സമർപ്പിക്കാറുണ്ട്. അവിടെയും നമുക്ക് യെസ് എന്ന് ടിക്ക് ചെയ്യാം. 15ാമത്തെ വെദർ എംപ്ലോയിഡ്. ഇപ്പം നിങ്ങൾ അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പെൻഷൻ ആയിക്കഴിഞ്ഞ് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെ റീഎംപ്ലോയ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുണ്ടല്ലോ. നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞാലും ചിലരെ നമ്മൾ ഗവൺമെന്റ് പുതിയ ഒരു ജോലി കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തില് ഇപ്പോ നിങ്ങൾ നിലവിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരു കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്നു, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഔദ്യോഗികമായിട്ട്
മറ്റെന്തെങ്കിലും ജോലി സംബന്ധിച്ച് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഔദ്യോഗിക സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ യെസ് എഴുതുക, യെസ് ടിക്ക് ചെയ്യുക, അല്ലാത്തതിനൊക്കെ നോ ടിക്കുക. ഈ ഫേസ് ഫർണിഷ് ഡീറ്റെയിൽ ജോലി ഉണ്ടെങ്കിലേ അത് പൂരിപ്പിക്കുന്നുണ്ടോ 16ാമത്തെ കോളം. മേലെ നമ്മൾ നിലവിൽ ഗവൺമെന്റ് തലത്തിൽ അല്ലെ ഔദ്യോഗിക തലത്തിൽ നമ്മളെ പുനർനിയമനം നൽകി നിയമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ 16ാമത്തെ കോളം പൂരിപ്പിച്ചാൽ മതി. അപ്പം നമുക്കൊരു പെന്ന് അല്ലെങ്കിൽ നമുക്കൊരു ഐ ഡി ഉണ്ടാവും. അവിടെ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, ഒരു സ്ഥാനപ്പേരുണ്ടാവും, അത് ഏത് ഓഫീസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, 16ാമത്തെ കോളത്തിൽ നിലവിൽ നമ്മൾ റീഎംപ്ലോയിഡ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ടൂ, അല്ലെങ്കിൽ അവിടെ ബാധകമല്ല എന്ന് എഴുതുക. 17ാമത്തെ കോളം വീണ്ടും വരുന്നു, വെദർ റീഎംപ്ലോയിഡ്. നമ്മൾ പെൻഷൻ ആയതിന് ശേഷം പുനർനിയമനം നേടിയിട്ടുണ്ടോ, നമ്മൾ റീഎംപ്ലോയിഡ് ആയിട്ടുണ്ടോ എന്ന യെസോ നോയോ ടിക്ക് ചെയ്യാം. 18 ഈ ഫേസ് അങ്ങനെയെങ്കിൽ മറ്റു ജോലി അല്ലാതെ വീണ്ടും റീഎംപ്ലോയിഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക ഇതുപോലെ തന്നെ. ഔദ്യോഗിക സ്വഭാവത്തിൽ മറ്റേതെങ്കിലും ജോലിയാണെങ്കിൽ മുകളിലത്തത് 16 കൊടുക്കുക. അല്ല നമ്മൾ റീഎംപ്ലോയിഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 18 പൂരിപ്പിക്കാം. മേലത്തെ അതേ സാധനമാണ് 18. 18 നമ്മൾ റീഎംപ്ലോയിഡ് അല്ല എങ്കിൽ 18 ബാധകമല്ല, ഓർ നോട്ട് അപ്ലിക്കബിൾ എന്ന് മാത്രം എഴുതിയാൽ മതി. 19ാമത്തെ കോളം പ്രസന്റ് അഡ്രസ്, നിലവിലുള്ള മേൽവിലാസം, അത് പിൻകോഡ് അടക്കം കൊടുക്കണം. 20ാമത്തെ കോളത്തിൽ പെർമനന്റ് സ്ഥിരമായ മേൽവിലാസം, പിൻകോഡ് അടക്കമുള്ള സ്ഥിരമായ മേൽവിലാസം കൊടുക്കുക. 21ാമത്തെ കോളം തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ ബാർ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ. ആ കോളത്തിൽ സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് ശീലമുള്ളവർ, ഇടാൻ കഴിയുന്നവർ ഒപ്പിടുക, അല്ലാത്തവര് ഇടത് തള്ളവിരല് പതിപ്പിക്കുക മഷിയിൽ. നമ്മൾ മഷി ഉപയോഗിച്ച പാടുപയോഗിച്ച് പാടിൽ കുത്തിയിട്ട് ഇടത് കൈയുടെ തള്ളവിരലിന്റെ ഒരു തമ്പ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ അത് ആ തമ്പ് നമ്മൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരില് പെൻ നമ്പർ ഉള്ള ഒരു ഗസറ്റഡ് ഓഫീസർ ആയിരിക്കണം ഇത് അറ്റസ്റ്റ് ചെയ്യുന്നത്. ഒപ്പിട്ടാൽ ഇതൊന്നും ബാധകമല്ല. ഒപ്പിട്ടാൽ 22 ബാധകമല്ല. 22 ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? ആ മുകളിലുള്ള കോളത്തില് ഇടത് കൈയുടെ തള്ളവിരല് പതിപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ താഴെ കാണുന്നത് 22 വേണ്ടു. 22 പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫീസറാണ്. അപ്ലിക്കബിൾ ഓൺലി ഫോർ തമ്പ് ഇംപ്രഷൻ. വിരല് പതിപ്പിച്ചവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. നിങ്ങൾ 21 ഒപ്പാണ് ഇട്ടതെങ്കിൽ 22 ബാധകമല്ല എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ 21 തമ്പാണ് പതിപ്പിച്ചതെങ്കിൽ 22 നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട്, ആ ഗസറ്റഡ് ഓഫീസർക്ക് പെൻ നമ്പർ ഉണ്ടായിരിക്കണം. കേരള സ്റ്റേറ്റ് സർവീസിലെ പെൻ നമ്പർ ഉള്ള ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഒപ്പിടുവിക്കുക. അദ്ദേഹത്തിന്റെ പേരെഴുതുക, അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ എഴുതുക, ഓഫീസ് എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, ഓഫീസ് സീൽ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അതിൽ വേണം. അദ്ദേഹത്തിന്റെ സീലും റൗണ്ട് സീലും ഒക്കെ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ ഡിക്ലറേഷൻ എഴുതുക. എൻ്റെ അറിവിലും ഹോൾഡർ ഓഫ് PPO നമ്പർ hereby declare that all the information given above are true and correct to the best of my knowledge and belief എന്ന് പറഞ്ഞ് അത്രയും എഴുതി. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ് PPO നമ്പർ അടുത്ത ഡാഷിൽ എഴുതുക. അത്രേ ഉള്ളൂ. പിന്നെ മുകളിൽ ഇംഗ്ലീഷിൽ എഴുതിയതിന് ശേഷം താഴെ സത്യപ്രസ്താവന മലയാളത്തിൽ എഴുതേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. മേലത്തെ ഇംഗ്ലീഷും താഴത്തെ മലയാളവും ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇംഗ്ലീഷിലുള്ള ആ ലൈനിൽ പിന്നെ ഭാസ്കരൻ KM PPO നമ്പർ 112 119 25 85 അങ്ങനെ എഴുതുക. അത് മലയാളം എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലെങ്കിൽ താഴെ മലയാളത്തിൽ എഴുതുക. ഇതിന് ശേഷം നമ്മൾ ഏറ്റവും അടിയിൽ സിഗ്നേച്ചർ ബാർ തമ്പ് ഇംപ്രഷൻ ഓഫ് ദി പെൻഷനറിന്റെ ഒപ്പും അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷനും പേരും എഴുതുക. കഴിയും. ഇടതുവശത്ത് തീയതിയും സ്ഥലവും വെക്കുക. നമ്മൾ ഈ അപേക്ഷാ ഫോറം പൂരിപ്പിക്കുന്ന സമയത്തുള്ള തീയതി എടുത്താൽ മതി. പൂരിപ്പിച്ചത് എവിടെ നിന്നാണോ ആ സ്ഥലം വെച്ചാൽ മതി. എല്ലാവർക്കും അതൊന്നും ഒരു സംശയത്തിന് പ്രസക്തിയില്ല. നമ്മൾ ട്രഷറിയിൽ വെച്ച് ആണ് ഇതൊക്കെ പൂരിപ്പിക്കുന്നെങ്കിൽ അവിടുത്തെ സ്ഥലപ്പേര് എഴുതുക. അല്ല നമ്മൾ വീട്ടിൽ വെച്ചാൽ പൂരിപ്പിക്കുന്നെങ്കിൽ ആ പൂരിപ്പിച്ച ഡേറ്റ് എഴുതുക. വീട്ടിലുള്ള സ്ഥലപ്പേര്, വീടിരിക്കുന്ന സ്ഥലപ്പേരും എഴുതുക.
ഇനി താഴോട്ടുള്ളത് ട്രഷറി യൂസ് ആണ്. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൊരു സംശയവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് പിന്നെ ഫോം PDF ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരും, പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പിന്നെ പ്രിന്റ് എടുത്തിട്ട് പൂരിപ്പിക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.